നിങ്ങൾക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കണോ എങ്കിൽ കിയാരയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. നമസ്കാരം, എൻ്റെ പേര് വിദ്യ സജികുമാർ എന്നാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് കിയാര ഓർഗാനിക്സ് എന്ന പേരിന് ഓർഗാനിക് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ് ചെയ്യുന്നത്. അതായത് സ്കിൻ ആൻഡ് ഹെയർ കെയർ പ്രോഡക്ട്സ് ആണ് മെയിൻലി ചെയ്യുന്നത്. അതിൽ നമുക്ക് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഓർഗാനിക് സോപ്സ് ആണ്. 17 വെറൈറ്റി ഓർഗാനിക് സോപ്സ് ഉണ്ട്. പിന്നെ പച്ചമരുന്നുകൾ ചേർത്ത് പിന്നെ ഹെർബൽ കാജൽ, ഓർഗാനിക് ലിപ് ബാം. പച്ചമരുന്നുകൾ എന്ന് പറയുമ്പോൾ കയ്യോന്നി, പൂവാങ്കുരുന്നില, തുമ്പ, മുക്കുറ്റി, തിപ്പലി അതൊക്കെ ചേർത്തിട്ട് നെയ്യ്, അഞ്ചനക്കല്ല്, പച്ചക്കർപ്പൂരം, മാവണക്കെണ്ണ ഇതെല്ലാം ചേർത്താണ് നമ്മുടെ ഹെർബൽ കാജൽ ചെയ്യുന്നത്. പരമ്പരാഗതമായ രീതിയിൽ മുത്തശ്ശിമാര് ചെയ്യുന്ന പോലെ 7 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഹെർബൽ കാജൽ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഒത്തിരി മൂവിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ ലിപ് ബാം, 4 തരത്തിലുള്ള ലിപ് ബാംസ് ഉണ്ട്. ബീട്രൂട്ട്, റോസ് പെറ്റൽസ്, പിന്നെ പൊമഗ്രാനേറ്റ്, മഞ്ചിഷ്ട. ഇതെല്ലാം നമുക്ക് ഇന്ന് കെമിക്കൽ യുഗമാണല്ലോ, അപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ കെമിക്കലായിട്ട് ഇപ്പോൾ സ്കൂളുകളിൽ പോലും ലിപ്സ്റ്റിക് ഒക്കെ നിരോധിച്ചൊക്കെയാണ്. അപ്പോൾ ഇത് അതൊന്നും ഇല്ലാതെ, കെമിക്കൽ ഒന്നും ഇല്ലാതെ തികച്ചും നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്ട്സ് എല്ലാം, ഈ ലിപ് ബാംസ് എല്ലാം ചെയ്യുന്നത്. കുഞ്ഞു കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കാജലിന്റെ തന്നെ സ്റ്റിക്ക് ഉണ്ട്, കാജൽ പെൻസിലുണ്ട്, പിന്നെ ഓർഗാനിക് സിന്ദൂരം ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു മോയ്സ്ചറൈസിങ് ജെൽസ് ആയിട്ട് പ്യുവർ അലോവേര ജെൽ, നമ്മുടെ സ്കിന്ന് മോയ്സ്ചർ ആയിട്ടിരിക്കുക, ഡ്രൈ സ്കിന്നൊക്കെ മാറാനും, പിന്നെ ഈ വെയിൽ കൊണ്ടുള്ള കരിവാളിപ്പ് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിലിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ സൺസ്ക്രീൻ, ഒരു പ്രൊട്ടക്ഷൻ സൺസ്ക്രീൻ പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്യുവർ അലോവേര ജെല്ല്, സാഫ്രോൺ അലോവേര ജെല്ല്. അങ്ങനെ പിന്നെ അണ്ടർ ഐ ജെല്ലുണ്ട്, കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് കുക്കുംബർ അണ്ടർ ഐ ജെല്ലുണ്ട്. പിന്നെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവാൻ വേണ്ടിയിട്ട്, ഈ ഫ്രിസി ഹെയർ മാറാൻ വേണ്ടിയിട്ട് പ്യുവർ ചെമ്പരത്തിയിലും അലോവേരയിലും ചെയ്തെടുക്കുന്ന ഹിബിസ്കസിന്റെ ഹെയർ ജെല്ലുണ്ട്. പിന്നെ ഞവര റൈസിന്റെ ഫേസ് പാക്ക് ഉണ്ട്. അത് ഞവര റൈസ് എന്ന് പറയുമ്പോൾ ഞവര റൈസ് മാത്രമല്ല, അതിൽ മഞ്ചിഷ്ടയുണ്ട്, മുൾട്ടാണി മിട്ടിയുണ്ട്, കടലമാവ്, പയറുപൊടി, കോലരക്ക്, ഇരട്ടി മധുരം, പിന്നെ അങ്ങനെ ഒത്തിരി ഔഷധക്കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്നതാണ് ഈ ഞവര റൈസിന്റെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. ഒത്തിരി മൂവിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ പാലിൽ മിക്സ് ചെയ്താണ് അത് ഇടേണ്ടത്. പിന്നെ മഞ്ചിഷ്ടയുടെ തന്നെ ഫേസ് വാഷ് ഉണ്ട്, മഞ്ചിഷ്ട. പിന്നെ മഞ്ചിഷ്ടയുടെ ഫേസ് വാഷ് ഉണ്ട്, നീമും മിന്റും കൂടി ചേർത്തുള്ള ഫേസ് വാഷ് ഉണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള മറ്റുള്ള നമ്മുടെ എല്ലാ പ്രോഡക്ട്സും അത്യാവശ്യം മൂവിങ് ആണ്. പ്യുവർ റോസ് വാട്ടർ, ഇന്നത്തെ കാലത്ത് പ്യുവർ ആയിട്ടുള്ള റോസ് വാട്ടർ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പ്യുവർ പിന്നെ എന്താ റോസാപ്പൂവ്, ഒറിജിനൽ ആയിട്ടുള്ള റോസാപ്പൂവിനെ ഡിസ്റ്റിൽ ചെയ്ത് ആണ് നമ്മളിത് റോസ് വാട്ടർ ആക്കി എടുക്കുന്നത്. ഇത് നമ്മൾ നല്ലൊരു ടോണറാണ്. ഇനി അടുത്ത് വൈറ്റമിൻ സിയുടെ ഫേസ് സെറമാണ്. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഓറഞ്ചിന്റെ പീലാണ് നമ്മൾ വൈറ്റമിൻ സി ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ ഒറിജിനൽ കുങ്കുമാതി ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിലെ മുഖത്തെ കരിവാളിപ്പ്, കറുത്ത പാടുകൾ, കരിമംഗല്യം, പിന്നെ വെയിൽ കൊണ്ടുള്ള ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ വളരെ എഫക്റ്റീവാണ് വൈറ്റമിൻ സിയുടെ ഫേസ് സെറം. പിന്നെ വർണ്യം ഓയിൽ, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ഇപ്പൊ തേച്ച് കുളിപ്പിക്കുന്ന ഒരു പ്രായം തൊട്ട് ഏത് ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വർണ്യം ഓയിൽ. അതിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, മഞ്ചിഷ്ട, ഇരട്ടി മധുരം, കോലരക്ക്, പിന്നെ രക്തചന്ദനം ഇതൊക്കെ ചേർത്താണ് നമ്മൾ ഈ വർണ്യം ഓയിൽ ഉരുക്കെണ്ണയിൽ, തേങ്ങാപ്പാൽ ഉരുക്കി ഉരുക്കെണ്ണയിലാണ് ഈ വർണ്യം ഓയിൽ നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നെ അത് പോയിട്ട് ഹെർബൽ ഷാമ്പു എന്ന് പറയുമ്പോൾ തികച്ചും ഓർഗാനിക് ആയിട്ട്, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഹെർബൽ ആയിട്ടുള്ള ഷാമ്പു കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. ഇതിൽ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. അതിൽ നീമും ചെമ്പരത്തിയും പിന്നെ അലോവേരയും ഉലുവയും കരിഞ്ജീരകവും നെല്ലിക്ക, നീലാമ്പരി നമ്മൾ ഹെയർ ഓയിലിൽ ചേർക്കുക. നമ്മുടെ ഹെയർ ഓയിലിൽ 30ഓളം പച്ചമരുന്നുകൾ ചേർത്താണ് ചെയ്യുന്നത്. ഈ 30 പച്ചമരുന്നുകളും ഈ നമ്മുടെ ഹെർബൽ ഷാമ്പൂവിൽ ചേരുന്നുണ്ട്. പിന്നെ ലൈസ് കൺട്രോൾ ഓയിലുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലൈസ്, പേനിന്റെ ശല്യം എന്ന് പറയുന്നത്.
അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിൻറ്റും നീമുമാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഓയിലാണ് ലൈസ് കൺട്രോൾ ഓയിൽ. അപ്പോൾ ഇത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ചെയ്യി കൊടുത്താൽ കംപ്ലീറ്റ് പെയിനും നീരും എല്ലാം ഇങ്ങ് പോരും. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ് ലൈസ് ഓയിൽ, തികച്ചും നാച്ചുറലാണ്. പിന്നെ ചങ്ങലം വരണ്ടയുടെ ഓയിൽ എന്ന് പറയുന്നത് മുട്ടുവേദന, ജോയിന്റ് പെയിന്, ഒരുപാട് പേർക്ക് അറിയായിരിക്കും ചങ്ങലം പരണ്ടയുടെ ഗുണങ്ങൾ എല്ലാം ഒരുപാട്. അതായത് അസ്ഥി സംബന്ധമായ എല്ലാ വിഷയങ്ങൾക്കും എന്ത് പ്രശ്നങ്ങൾക്കും നല്ലതാണ് ഈ ചങ്ങലം പരണ്ടയുടെ ഓയില്. മുട്ടുവേദനയ്ക്കും ജോയിന്റ് പെയിന്, ലെഗ് പെയിന്, ബാക്ക് പെയിന് എല്ലാത്തിനും നമ്മളിപ്പോൾ നീരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓയിൽ കുറച്ച് പിന്നെ തേച്ച് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വേദനയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. പിന്നെ ഇതാണ് ദന്തപാല ഓയിൽ. ഈ ദന്തപാല ഓയില് പിന്നെ എത്ര ഹെവി ആയിട്ടുള്ള ഡാൻഡ്രഫ് മാറുന്ന ഒരു ഓയിലാണ്. നമ്മുടെ തലയിലും ബോഡിയിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. തലയിലെ താരൻ, പിന്നെ മുടി കൊഴിച്ചിൽ മാറാൻ നല്ലതാണ്. അകാല നരയ്ക്ക് വളരെ നല്ലതാണ്. പിന്നെ ദേഹത്തുണ്ടാകുന്ന സ്കിൻ അലർജി, ഫംഗൽ ഇൻഫെക്ഷൻ, ഡ്രൈ സ്കിന്ന് എല്ലാത്തിനും നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കൊടുത്താൽ മതി. സോറിയാസിസിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ഈ ദന്തപാല. നമ്മുടെ സ്കിന്നിൽ എത്ര പഴക്കമുള്ള സോറിയാസിസും ഈ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും. അതുപോലെ തന്നെ താരം മാറാനും വളരെ എഫക്റ്റീവാണ്. പിന്നെ ഹെയർ ബൂസ്റ്റ് ഓയിൽ, മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ മാറാനും ഏറ്റവും നല്ലതാണ് ഹെയർ ബൂസ്റ്റ് ഓയിൽ. 30ഓളം പച്ചമരുന്നുകൾ ചേർത്താണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. 3 ദിവസം കൊണ്ടാണ് അത് ചെയ്തെടുക്കുന്നത്. പിന്നെ ഉള്ളത് മഞ്ചിഷ്ടയുടെ ഫേസ് വാഷ് ആണ്. അത് മഞ്ചിഷ്ട എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാനും കരിവാളിപ്പ് മാറാനുമാണ് നമ്മൾ മഞ്ചിഷ്ടയുടെ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത്. മഞ്ചിഷ്ടയുടെ തന്നെ സോപ്പ് ഉണ്ട്, മഞ്ചിഷ്ടയുടെ ലിപ് ബാം ഉണ്ട്. ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഈ പിന്നെയും ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട്. ശംഖുപുഷ്പത്തിന്റെ ക്രീം ഉണ്ട്, ഹെയർ മാസ്ക് 9 പച്ചമരുന്നുകൾ, ഔഷധക്കൂട്ടുകൾ ചേർത്താണ് ഹെയർ മാസ്ക് ചെയ്യുന്നത്. അത് അകാല നര മാറാൻ വളരെ, ഇപ്പോൾ 20 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മുതൽ മുടി നര വരുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ചയിൽ ഒരിക്കലും നമ്മുടെ ഹെയർ മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അകാല നര ഒഴിവാക്കാൻ വളരെ എഫക്റ്റീവാണ്. ഇതിൽ ഒരു തരത്തിലുള്ള കെമിക്കലും ചേരുന്നതല്ല. അതൊക്കെ ഹെയർ ഗ്രോത്തിന് വളരെ എഫക്റ്റീവാണ് ഈ ഹെയർ മാസ്ക്. അങ്ങനെ പിന്നെ നമ്മുടെ ഡിഷ് വാഷിന്റെ ലിക്വിഡ് ഉണ്ട്, ഡിറ്റർജന്റിന്റെ ലിക്വിഡ് ഉണ്ട്, ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇപ്പോൾ നിംസ് ഹോസ്പിറ്റലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ സ്വന്തം ഷോപ്പാണ്. 2 ദിവസമേ ആയിട്ടുള്ളൂ ഇതിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട്. ഒരു 6 മാസം കൊണ്ട് ഞങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. സ്റ്റോൾ പോലെ ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് അതൊരു ഷോപ്പ് ആക്കാൻ കഴിഞ്ഞു. വളരെ നല്ല പ്രതികരണമാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് ഓൺലൈനായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ഞങ്ങൾ കൊറിയർ വഴിയും പോസ്റ്റ് വഴിയും നമ്മുടെ കിയാരയുടെ പ്രോഡക്റ്റ്സ് അയക്കുന്നുണ്ട്. ഒത്തിരി നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരു മാസത്തിൽ ഒരു 250-300ഓളം പാഴ്സൽസ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പോകുന്നുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ എല്ലാം വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഒരു തരത്തിലുള്ള കെമിക്കൽസും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. കിയാരയുടെ ഔട്ട്ലെറ്റ് ഇപ്പോൾ വരുന്നത് നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റലാണ്. പത്താങ്കല്ല് നിംസ് മെഡിസിറ്റിയിലാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ഷോപ്പാണിത്. അതിന് നമ്മുടെ ഒരു തരത്തിലുള്ള വാടകയോ അഡ്വാൻസോ ഒന്നും ഈടാക്കാതെ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ ഇത്രയും പബ്ലിക് ആക്സസ് ഉള്ള ഒരു സ്ഥലത്ത് അവരുടെ മുറ്റം തന്നെ നമുക്കായിട്ട് ഒരു ലാഭം കൂടാതെയാണ് അവർ നമുക്ക് തികച്ച സൗജന്യമായിട്ടാണ് പിന്നെ ഫൈസൽ സാറും ടീമും നമുക്ക് ഈ ഒരു സേവനം ചെയ്തേക്കുന്നത്. അതിൽ ഇപ്പോൾ 2 ദിവസമേ ആയിട്ടുള്ളൂ ഞാൻ ഈ ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. വളരെ നല്ല പ്രതികരണമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും, സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അത്രയും കടപ്പാടുണ്ട്.